നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തുന്ന ചില സൗഭാഗ്യങ്ങളെക്കുറിച്ച്, അതല്ല എങ്കിൽ ചില അത്ഭുത വരങ്ങളെക്കുറിച്ച് ഉള്ള ഒരു തൊടുകുറിയാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ 3 ചിത്രങ്ങൾ നിങ്ങൾക്കായി നൽകിയിട്ടുണ്ട്. 3 എന്ന് പറയുന്നത് 3 വ്യത്യസ്തങ്ങളായ ദൈവിക ശക്തികൾ തന്നെയാണ്. ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സാക്ഷാൽ ദേവാദിദേവനായ ശ്രീ പരമേശ്വരൻ്റേതാണ്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ലോകനാഥനായ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ്. മൂന്നാമത്തെ ചിത്രം വിഘ്നങ്ങളെല്ലാം അകറ്റുന്ന സാക്ഷാൽ ഗണപതി ഭഗവാന്റേതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. തുടർന്ന് കണ്ണുകൾ തുറന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. ഏവരും മനസ്സിലൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇനി തൊടുകുറിയുടെ ഫലമാണ് പറയാൻ പോകുന്നത്. ഫലങ്ങൾ അറിയുന്നതിന് മുൻപ് പരമേശ്വരൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ പരമേശ്വരൻ്റെ പ്രിയനാമങ്ങളോ, അതല്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രിയനാമങ്ങളോ, അതുമല്ല ശ്രീ ഗണേശ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഗണപതി ഭഗവാന്റെ പ്രിയനാമങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രമായ പരമേശ്വരൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അതായത് സാക്ഷാൽ പരമേശ്വരൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകുന്നവരാണ്. ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ശിവഭഗവാന്റെ സാന്നിധ്യം തൊട്ടറിഞ്ഞിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു കാരണം കൊണ്ടാണോ ഇപ്പോൾ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നത്, ആ ദുഃഖം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഉടൻ തന്നെ ഒഴിഞ്ഞു പോകും എന്നാണ് ഫലത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ ഒരു സന്തോഷ വാർത്ത വന്നു ചേരുന്നതായിട്ടും ഫലത്തിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇന്നത്തെ ഫലം പറയുന്നത്. അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം. നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിലപ്പോൾ കടന്നു വന്നേക്കാം. അതല്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാകാം. എന്തു തന്നെയായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ഒരു സന്തോഷ വാർത്ത വന്നു ചേരുന്നതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടദേവതയെയും കൂടാതെ സാക്ഷാൽ പരമേശ്വരനെയും നിങ്ങൾ നിത്യവും ഭജിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒറ്റപ്പെടലുകളിൽ നിന്നും മറ്റ് ദുഃഖങ്ങളിൽ നിന്നും പെട്ടെന്നു തന്നെ ഭഗവാൻ നിങ്ങൾക്ക് മോചനം നൽകുന്നതാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരുമെന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇഷ്ടദേവതയെയും പരമേശ്വരനെയും നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടത്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലം ഇപ്രകാരമാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരും എന്ന് തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. പല മാർഗങ്ങളിൽ കൂടി ധനം നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും ഉടൻ തന്നെ പരിഹാരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ദാമ്പത്യത്തിലുള്ള എല്ലാ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും ഇല്ലാതെയായി നല്ലൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതിയും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ മുൻകോപം വളരെ കൂടുതലായിട്ടുള്ളവരാണ് നിങ്ങൾ. ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ അനാവശ്യമായി വളരെയധികം ദേഷ്യപ്പെടാറുണ്ട്. എന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് പിന്നീട് നിങ്ങൾ പശ്ചാത്തപിക്കാറുമുണ്ട്.
പലപ്പോഴും ഈ സ്വഭാവം നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കാറുമുണ്ട്. അതിനാൽ തന്നെ അനേകം ശത്രുക്കളും ഇത് കാരണം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്തരം സ്വഭാവം നിയന്ത്രിക്കുവാനായി, അതായത് ഇത്തരം നെഗറ്റീവ് ഊർജം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കുവാനായി നിങ്ങളുടെ ഇഷ്ടദേവതയുടെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ പ്രിയ നാമങ്ങൾ നിത്യവും ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള അവസരങ്ങളും നിങ്ങൾക്കുടൻ തന്നെ വന്നു ചേരുന്നതാണ്. നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും നിങ്ങൾ മുക്തരാകും എന്നു തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. നിത്യവും ശ്രീകൃഷ്ണ ഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും ഭജിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ കാരണമാകും. മുൻപുള്ളതിനേക്കാൾ വളരെ മികച്ച മെച്ചപ്പെട്ട ജീവിതം തന്നെയാണ് നിങ്ങൾക്കിനി കടന്നു വരാൻ പോകുന്നത്. അടുത്തതായി മൂന്നാമത്തെ ചിത്രമായ ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഇപ്രകാരമാണ് നിങ്ങളുടെ ഫലം. വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഗണപതി ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളിൽ കാണുന്നത്. ഏത് കാര്യത്തിനിറങ്ങിത്തിരിച്ചാലും പലവിധ കാര്യങ്ങൾ കൊണ്ട്, പലവിധ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ കൊണ്ട് ആ കാര്യത്തിലേക്ക്, അതായത് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയാതെ നിരാശരായി മടങ്ങി വരേണ്ടതായി നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അനുകൂലമായാണ് കാണപ്പെടുന്നത്. അതായത് ഈ സമയത്ത് നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പ്രയത്നിക്കുന്നത് ആ കാര്യങ്ങൾ പൂർണ്ണ വിജയത്തോടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് ഫലം കാണുന്നത്. നിങ്ങളുടെ കഷ്ടകാലമെല്ലാം നീങ്ങി ഭാഗ്യം നിങ്ങളെ തേടിയെത്തുന്ന സമയം തന്നെയാണിത്. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ, അതായത് പലവിധ കാരണങ്ങളാൽ ആഗ്രഹിച്ച ജോലി ലഭിക്കാതെ വരിക, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അർഹതപ്പെട്ട ശമ്പളം ലഭിക്കാതെ വരിക എന്നിങ്ങനെയുള്ള അവസ്ഥകളെല്ലാം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒട്ടും തന്നെ നിരാശപ്പെടേണ്ടി വരില്ല. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്കുടൻ തന്നെ ഒഴിഞ്ഞു മാറി കിട്ടുന്നതാണ്. കൂടാതെ സാമ്പത്തികമായ ഉയർച്ച നിങ്ങൾക്ക് കൈവരുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് വളരെ അനുകൂലമായി തന്നെയാണ് ഫലത്തിൽ കാണുന്നത്. വളരെ ആത്മാർത്ഥതയോടുകൂടി ഏത് കാര്യത്തിൽ എത്തിച്ചേരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ കാര്യത്തിൽ, ആ ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരും എന്നുള്ള കാര്യം സുനിശ്ചിതമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനെയും നിങ്ങളുടെ ഇഷ്ടദേവതയെയും നിത്യേന ഭജിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്.